ഐഡിയസ് അഞ്ജു മിസ് ആണ്. ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഫിസിക്സ് അധ്യാപികയാണ്. നമുക്കിതാ ഓഗസ്റ്റ് 10-ാം തീയതി ഓണപരീക്ഷ നടക്കാൻ പോവാണ്. ഈ ഓണപരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരുന്ന ചാപ്റ്റർ ആണ് നമ്മുടെ മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ്, അളവുകളും യൂണിറ്റുകളും. ഈ ചാപ്റ്ററിനകത്തുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു മുന്നേ എന്റെ മക്കളെടുത്ത് പറയട്ടെ, നമ്മുടെ ക്ലാസ് 8 സ്കൈ ബാച്ചിന്റെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഫ്യൂച്ചർ ഫാമിലിയിലേക്ക് വെൽക്കം ചെയ്യാണ്. നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള, ചിലരുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളെ കാണിക്കുകയാണ്. ആരാണ്? യെസ്, നെയ്മർ ആണ് അല്ലെ. നമ്മുടെ ബ്രസീലിന്റെ ഫുട്ബോൾ പ്ലെയർ ആയിട്ടുള്ള നെയ്മർ ആണ്. അവർ കഴിഞ്ഞ വേൾഡ് കപ്പ് കഴിഞ്ഞ മാച്ചിൽ എന്തായി പോയി? ഔട്ടായി പോയി. അപ്പം നെയ്മറിന് ഭയങ്കര സങ്കടമായി. ബ്രസീലിലെ ഫാൻസിനൊക്കെ ഭയങ്കര സങ്കടമായി. അപ്പൊ ഈ നെയ്മറിന്റെ സങ്കടം ഉണ്ടാവും, ഭയങ്കര സങ്കടത്തിലല്ലേ നെയ്മർ. ഈ സങ്കടം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? നെയ്മറിന് 10 കിലോ സങ്കടമുണ്ട്, അല്ലെങ്കിൽ 100 കിലോ സങ്കടമുണ്ട്. ഈ വിഷമം നമുക്ക് മെഷർ ചെയ്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി അതേപോലെ തന്നെ പോർച്ചുഗൽ ഔട്ട് ആയപ്പോ റൊണാൾഡോ ഒക്കെ കരയാണ്. റൊണാൾഡോയ്ക്ക് ഭയങ്കര വിഷമമുണ്ട്. അപ്പൊ നമുക്ക് റൊണാൾഡോന്റെ ഈ വിഷമം മെഷർ ചെയ്യാൻ പറ്റുമോ? റൊണാൾഡോയ്ക്ക് 50 കിലോ സങ്കടമുണ്ട്, 100 കിലോ സങ്കടമുണ്ട്. അങ്ങനെ സങ്കടം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ 100 സെന്റിമീറ്റർ ആണ് സങ്കടം, അങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇനി സങ്കടം ആയിക്കോട്ടെ, സന്തോഷം ആയിക്കോട്ടെ, നമ്മുടെ ഇമോഷൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു നമ്പേഴ്സിൽ മെഷർ ചെയ്ത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്നാൽ നമുക്ക് റൊണാൾഡോന്റെയും നെയ്മറിന്റെ ഒക്കെ ഹൈറ്റ് മെഷർ ചെയ്ത് നോക്കാൻ പറ്റും, വെയിറ്റ് മെഷർ ചെയ്ത് നോക്കാൻ പറ്റും. ഇതൊക്കെ മെഷർ ചെയ്ത് നമുക്ക് ഒരു നമ്പറിൽ എഴുതാൻ പറ്റും അല്ലെ. അത്തരത്തിലുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അതായത് മെഷർ ചെയ്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന, അളന്ന് പ്രസ്താവിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മളുടെ ലെങ്ത് ആയിക്കോട്ടെ, ലെങ്ത്, മാസ്, അതേപോലെ തന്നെ ഡെൻസിറ്റി, ഇവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും, അളന്ന് നോക്കാൻ പറ്റും ഇതൊക്കെ. അതേപോലെ തന്നെ അളന്ന് നമുക്കൊരു നമ്പേഴ്സിൽ എഴുതാൻ പറ്റും. വോളിയം ആയിക്കോട്ടെ, ഏരിയ ആയിക്കോട്ടെ, മാസ് ആയിക്കോട്ടെ, ഇവയൊക്കെ നമുക്ക് ഒരു നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവരൊക്കെ എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കഥ നിങ്ങൾക്ക് പറഞ്ഞുതരട്ടെ. ഈ കഥയിൽ ഒരു കുട്ടി കഥ പറഞ്ഞുതരാം. ഈ കഥ ശ്രദ്ധിക്കുക. ഈ കഥയുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് ഞാനൊരു കാര്യം ഫിസിക്സിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതായത് ഒരു ക്ലാസ്സിൽ ഒരു പയ്യൻ ഉണ്ടായിരുന്നു. ആ പയ്യനെ ആരും മൈൻഡ് ചെയ്യില്ല, അവൻ ഒന്നിനും പഠിക്കില്ല, ഒന്നിനും കൊള്ളാത്തവെന്ന് എഴുതി തള്ളിയൊരു പയ്യൻ, വളരെ ലേസി ആയിട്ടുള്ള ഒരു പയ്യൻ. ടീച്ചേഴ്സോ കുട്ടികളോ ഒന്നും അവനെ മൈൻഡ് ചെയ്യാറില്ല. ഇനി വീട്ടിലേക്ക് വരികയാണെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പയ്യൻ, സാമ്പത്തികമായിട്ട് അത്ര കഴിവൊന്നും ഇല്ലാത്തൊരു പയ്യനായിരുന്നു. അതേപോലെ തന്നെ ജീവിതത്തിൽ മൊത്തം നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ മരിച്ചു, സഹോദരി മരിച്ചു, അങ്ങനെ നഷ്ടങ്ങൾ മാത്രമുള്ള ഒരു പയ്യൻ. ഒരു ദിവസം ക്ലാസ് ടീച്ചർ ഇങ്ങനെ ഓരോരുത്തരോടായിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ എന്താവാനാ ആഗ്രഹം എന്ന് ചോദിച്ചു തുടങ്ങി. അങ്ങനെ ഈ പയ്യന്റെ ഊഴം കിട്ടി. അപ്പൊ അവൻ എണീറ്റ് നിന്ന് പറഞ്ഞു, എനിക്ക് ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആവണം. പെട്ടെന്നൊരു കൂട്ടച്ചിരി, ക്ലാസ് മൊത്തം കൂട്ടച്ചിരി, ടീച്ചറും കുട്ടികളും എല്ലാവരും കൂടി. ഇവൻ നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റോ? എല്ലാവരും അവനെ കളിയാക്കി. അന്ന് അവൻ തീരുമാനിച്ചു, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും, ഞാൻ ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആവും. അവൻ എന്ത് ചെയ്തു? പൊരുതി, ഹാർഡ് വർക്ക് ചെയ്തു, കഷ്ടപ്പെട്ട്, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡന്റ് ആയി അവൻ ആ രാജ്യത്തിന്റെ പ്രസിഡന്റ്. ആരും അവനെ സഹായിച്ചില്ല. അവൻ കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ് അവൻ എന്തായത്? ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയത്. ആളാരാന്ന് പിടികിട്ടി? തെരുവ് വിളക്കിന് ചുവട്ടിൽ ഇരുന്ന് പഠിച്ച അമേരിക്കയുടെ പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. മിസ്, ഈ കഥയും ഫിസിക്സും തമ്മിൽ എന്താണ് ബന്ധം? ഒരു ബന്ധമുണ്ട്, പറഞ്ഞുതരാം. എബ്രഹാം ലിങ്കൺ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെയാണ് ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയത് അല്ലെ. ആരെയും അദ്ദേഹം ഡിപ്പെൻഡ് ചെയ്തില്ല, ഇൻഡിപെൻഡന്റ് ആയിട്ടായിരുന്നു നിന്നത്. ഇതേപോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു 7 ക്വാണ്ടിറ്റീസ് നമ്മുടെ ഫിസിക്സിലുണ്ട്. ആരാണെന്ന് അറിയോ? ഈ 7 ക്വാണ്ടിറ്റീസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് വെച്ചുകൊണ്ട് ഇവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. മറ്റു ക്വാണ്ടിറ്റീസ് വെച്ച് ഇവരെ പ്രസ്താവിക്കാൻ പറ്റില്ല. ഇവരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഈ 7 ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. മലയാളത്തിൽ എന്ത് പറയും? അടിസ്ഥാന അളവുകൾ. ഓക്കെ, ആരൊക്കെയാണ് ഇവരെ പഠിക്കാൻ ഒരു കുട്ടി കോഡും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അടിസ്ഥാന അളവുകൾ: ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലുമിനസ് ഇന്റൻസിറ്റി. ഇതാണ് ആ 7 പേര്. അപ്പൊ ഒരു കോഡ് മിസ് സെറ്റ് ആക്കി തരാൻ നോക്കിക്കോളൂ. LMT ഏറ്റാൽ എന്ത് സംഭവിക്കും?
മിന്നലേറ്റാൽ നമ്മൾ എന്ത് ചെയ്യും? തട്ടിപ്പോവും ചിലപ്പോൾ. LMT ഏറ്റാൽ എന്ത് സംഭവിക്കും? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ടാവും മിസ്. എന്താണ്? അടിസ്ഥാന അളവുകൾ ഉണ്ടാവും. അപ്പൊ LMT എന്താണ്? LMT L for length നീളം, M for mass, T for time സമയം, E for electric current വൈദ്യുത പ്രവാഹ തീവ്രത, T for temperature താപനില, A for amount of substance പദാർത്ഥത്തിന്റെ അളവ്, N for luminous intensity പ്രകാശ തീവ്രത. 7 പഠിച്ചല്ലോ. LMT വെച്ചാൽ എന്ത് സംഭവിക്കും? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ടാവുമെന്ന് പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ എല്ലാം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ അടിസ്ഥാന അളവുകളുടെ ഡെഫിനിഷൻ ആണ്. അതും കൂടെ നോക്കാം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി ആൻഡ് cannot be expressed in terms of other quantities. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ പെയിന്റ് അടിക്കാൻ വരാമെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? പെയിന്റ് അടിക്കാൻ വരുമ്പം കുറച്ച് പെയിന്റ് അങ്ങോട്ട് വാരി ഒഴിച്ചോ അങ്ങനെ പറയുകയാണോ ചെയ്യാം? അല്ല. അപ്പൊ നമ്മളുടെ പെയിന്റ് അടിക്കാൻ വരുന്ന നമ്മളുടെ പെയിന്റ് പണിക്കാരൻ എന്ത് ചെയ്യും? നമ്മളുടെ വാളൊക്കെ അങ്ങോട്ട് നോക്കും. എന്നിട്ട് എന്ത് മെഷർ ചെയ്യും? ലെങ്ത് മെഷർ ചെയ്യും അല്ലെ? ലെങ്ത്തും അതേപോലെ തന്നെ എന്തും മെഷർ ചെയ്യും? ആ ചുമരിന്റെ വിഡ്ത്തും മെഷർ ചെയ്യും. അഥവാ നീളം ഇൻറ്റു വീതി കാണും അല്ലെ? എന്താണ് കാണുന്നത്? പരപ്പളവാണ് ഇതിലൂടെ കാണുന്നത്. എന്താണ് കാണുന്നത്? പരപ്പളവ്, ഏരിയ ആണ് കാണുന്നത്. അപ്പൊ ഏരിയ കണ്ടിട്ട് ആ ചേട്ടൻ എന്ത് പറയും? ഇവിടെ ഇത്ര പെയിന്റ് വാങ്ങണം, ഇത്ര പെയിന്റ് ആണ് നമ്മൾ അടിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ലെങ്ത് ആയാലും നമ്മുടെ ലെങ്ത് ആയാലും അതേപോലെ തന്നെ വിഡ്ത്ത് ആയാലും നീളമായാലും വീതി ആയാലും ലെങ്ത് തന്നെയല്ലേ, നീളം തന്നെയല്ലേ? ലെങ്ത് വെച്ചിട്ടല്ലേ ഇവരെ എക്സ്പ്രസ് ചെയ്യുന്നത്? ഈ ഏരിയ അഥവാ പരപ്പളവിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ലെങ്ത് എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് വെച്ചിട്ടല്ലേ, അടിസ്ഥാന അളവ് വെച്ചിട്ടല്ലേ? അപ്പൊ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഏരിയ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്തായിരിക്കും പറയാം? അവരെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്, അഥവാ വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത്. ഇവര് മറ്റ് ക്വാണ്ടിറ്റീസ് ഒക്കെ ആയിട്ട് എന്താണ്? ഡിപ്പെൻഡ് ആയിട്ട് ഇരിക്കുകയാണ്. അവര് ഇൻഡിപെൻഡന്റ് ഒന്നല്ല, ഡിപ്പെൻഡ് ആയിട്ട് ഇരിക്കുകയാണ്. മറ്റ് ക്വാണ്ടിറ്റീസ് വെച്ച് ഇവരെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂ. ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പൊ എന്ത് പറയാം? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് പറയും? വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയും. അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളാണ് വ്യുൽപ്പന്ന അളവുകൾ. അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്താണ്? അടിസ്ഥാന അളവുകൾ എന്താണെന്ന് മക്കൾക്ക് ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. മാസ് ഈസ് എ ഡാഷ് ക്വാണ്ടിറ്റി. ഫണ്ടമെന്റൽ ആണോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണോ എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ബൈ ബൈ, ഓൾ ദ വെരി ബെസ്റ്റ്.